ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് എന്തൊക്കെയാ നമുക്ക് നോക്കിയാലോ. നല്ല ചൂട് ചോറ്, അതേപോലെ തന്നെ ചെറിയ കൊഴിയാള ഫ്രൈ ചെയ്തത്, പിന്നെ സാമ്പാർ കുറച്ച് വെള്ളമായിപ്പോയി കേട്ടോ. വെള്ളമായിട്ട് ചെയ്തതാണ്. ഒരുപാട് തിക്നെസ് ആയിപ്പോയി കഴിഞ്ഞാൽ ദോശയുടെ കൂടെ ഒരു സുഖം കാണൂല. അപ്പം തിക്നെസ് ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ സുഖം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ദോശയുടെ ഇഡലിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ പിന്നെ കട്ടിയുള്ളത് ഒരു ടേസ്റ്റ് കാണൂല. എന്നാൽ ലൂസ് ഉള്ളത് ചോറിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കാണൂല. അപ്പം ഞാനിന്ന് ദോശയുടെ കൂടെ ആ കണക്കിന് ഇത്തിരി ലൂസാക്കിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക നമുക്ക് മലക്കറിയിലൊക്കെ ഇട്ട് തരുന്ന പേങ്ക വെച്ചിട്ട്, നിങ്ങളവിടെയൊക്കെ എന്താണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് പേങ്ക എന്നാണ് പറയണത്. അപ്പം അത് വെച്ചിട്ടൊരു തോരനും ആണ് ഇത്. ഗംഗ കഴിക്കില്ല. ഗംഗയിലും ചാനലും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും എന്തെങ്കിലും വേണ്ടേ, ഒരാഴ്ച നമുക്ക് തികയ്ക്കണ്ടേ എന്തെങ്കിലും. കാരണം സ്കൂള് ഉള്ളത് നമുക്ക് എന്നും ചോറ് കിട്ടിയേ പറ്റുള്ളൂ. ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും ചോറ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും മാറിയും തിരിഞ്ഞും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും. ഇന്നലത്തെ എൻ്റെ ഞാൻ ഇട്ട വോയിസിൽ ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല സൗണ്ടും കുറവായിരുന്നു. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് അടയാറുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ തന്നെ ഞങ്ങളുടെ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഒരുപാട് കരിയാൻ പാടില്ല, ഒരുപാട് മൊരിയാൻ പാടില്ല. അപ്പം ആ ഒരു രീതിക്കാണ്. കാണുമ്പോഴത്തേക്കും വെന്തില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഉള്ളു നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് ഈ മൊരിഞ്ഞ് എന്നുള്ള സ്ട്രക്ചർ അല്ല, കരിഞ്ഞു എന്നുള്ള സ്ട്രക്ചറും അല്ലാത്ത രീതിയിലാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൊരിഞ്ഞ് അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ്. അപ്പം ആ ഒരു ഇതൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഈ പാനിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം എന്നോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എണ്ണ ലാഭിക്കും, കാരണം വെളിച്ചെണ്ണ അത്രയ്ക്ക് റേറ്റ് ആണല്ലോ. അത് മാത്രമല്ല, പാനിലാകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് എണ്ണ മതി. അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചയൂണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.